നമുക്കിപ്പോൾ ഇപ്പോൾ KSU വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ചേരുകയാണ്. മുഹമ്മദ് ഷമാസ്, ഒരു കൊടി കെട്ടിയതേ ഉള്ളൂ. ഇപ്പോൾ കൊടി കെട്ടിയ റിബിൻ അബോധാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ഇതാണോ ക്യാമ്പസിനുള്ളിൽ എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗം മറ്റൊരു വിഭാഗത്തോട് കാണിക്കുന്നത്? ഇതിനെതിരെ KSUവിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? നിങ്ങൾ തന്നെ കണ്ടല്ലോ, ആ കോളേജിലെ IT-യിലെ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിനാണ് ബോധരഹിതനായി പോലീസുകാരെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സഭയികാരായിട്ടുള്ള മുഴുവൻ ആളുകളും ആ കോളേജിനകത്തു നിന്ന് അതിക്രൂരമായി റിബിനെ മർദ്ദിക്കുന്നു. ഇപ്പം SFIയുടെ ഏതാണ്ട് പ്രതികരണം ഞാൻ കേൾക്കേണ്ടായി. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് എന്നൊക്കെയാണ് പറയുന്നത്. ആ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. കോളേജിലെ IT-യുടെ യൂണിഫോം ഇട്ട് പുറത്തു വരുന്ന ആ വിദ്യാർത്ഥിയുടെ അവസ്ഥ നമ്മൾ കണ്ടു. ഇത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനൊക്കെ സമാനമായ രീതിയിൽ കണ്ണൂർ നഗരത്തിൽ SFI കാലാകാലങ്ങളായി കൊണ്ടുവന്ന ഒരു ഏകാധിപത്യ ക്യാമ്പസാണ്. അവിടെ മറ്റ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർക്ക് പോകാൻ വേണ്ടി പറ്റില്ല, പുറത്തുനിന്ന് ഒരാൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി കഴിയില്ല, ഒരു കൊടിമരം സ്ഥാപിക്കാൻ കഴിയില്ല, യൂണിറ്റ് രൂപീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒടുവിൽ ഞങ്ങൾ ഇത്തവണ അവിടെ യൂണിറ്റ് രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഇന്നും നാളെയും IT തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നോമിനേഷൻ പ്രക്രിയയുടെ ഭാഗമായി KSU നേതാക്കന്മാർ യൂണിറ്റ് പ്രസിഡന്റ് റിബിൻ നേതൃത്വത്തിൽ അവിടെ നോമിനേഷൻ കൊടുക്കുന്നു അറിഞ്ഞതിന്റെ പ്രതികരണമാണ് നിങ്ങൾ ഇന്ന് കണ്ടത്. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ, റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ മുഴുവൻ ആളുകളും അത് കണ്ടല്ലോ. ഈ പറഞ്ഞത് എന്താണ് IT-യിൽ നടക്കുന്നതെന്ന്, SFIയുടെ തോന്നിയവാസത്തെ, ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വലിയ പ്രസംഗം നടത്തുന്ന SFIയുടെ പ്രവർത്തനങ്ങൾ കണ്ണൂർ IT-യിൽ ഇന്ന് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഭീകരമായിട്ട് ഇങ്ങനെയാണ് ഇടിമുറികൾ ഉണ്ടാക്കിയത്. IT-യിൽ ഉൾപ്പെടെ ഇടിമുറികളുണ്ട്. ഈ കണ്ണൂർ ഗവൺമെന്റ് IT-യിൽ ഉൾപ്പെടെ SFIയുടെ ഇടിമുറികൾ പ്രവർത്തിക്കുന്നു. KSUവിന്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്താൽ, ആ പോസ്റ്റിന് ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈക്ക് കൊടുത്താൽ ആ വിദ്യാർത്ഥികൾ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്ന കാഴ്ചകൾ കഴിഞ്ഞ ദിവസം കാണുകയാണ്. ഇതൊക്കെയാണ് ഈ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് SFI നടത്തുന്ന പ്രവർത്തനം. അവരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അവർക്ക് വിഷയമല്ല, വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങളില്ല. ഏകാധിപത്യ രീതിയിൽ ഈ ക്യാമ്പസുകളെ അടക്കി വാഴുക എന്ന ഒരു പ്രവണത അതെന്ന് അവസാനിപ്പിക്കുന്നു അന്ന് മാത്രമേ SFI രക്ഷപ്പെടൂ. വെറുതെയല്ല ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഓരോ ദിവസം കഴിയുന്നതോറും ഇങ്ങനെ SFIയെ പടിയെടുത്ത് പുറത്താക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അവരുടെ തോന്നിയവാസത്തിന്റെ ഉദാഹരണമാണ് നിങ്ങളിപ്പോ ഈ തത്സമയം റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ ശക്തമായ രീതിയിലേക്ക് ഈ പ്രതിഷേധങ്ങളെ പോലീസ് ഉൾപ്പെടെ നോക്കി നിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു അക്രമം ഉണ്ടാകുന്നത് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നേതൃത്വം നൽകും. വളരെ നന്ദി മുഹമ്മദ് ഷമാസ് പ്രതികരിച്ചതിന്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് മുഹമ്മദ് ഷമാസ്. KSUവിന്റെ തോട്ടട ITIയിലെ യൂണിറ്റ് പ്രസിഡന്റ് ആണിപ്പോൾ അബോധാവസ്ഥയിൽ ആശുപത്രിയിലുള്ളത്. കൊടികെട്ടിയതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. പോലീസ് ലാത്തി വീശിയാണ് അവിടുത്തെ സംഘർഷാവസ്ഥ നിയന്ത്രിച്ചത്.